എന്തു പറഞ്ഞാടാ ഞാൻ നിന്നെ സമാധാനിപ്പിക്കണ്ടേ? കഴിഞ്ഞ 20 വർഷത്തേക്കാൾ വലിയ ഷോക്കായിരുന്നു അവൾ ഇവിടെ ഇല്ല എന്നറിഞ്ഞപ്പോ. ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന വീടായത്. അവൾ എനിക്ക് വേണ്ടി ജോസി പറഞ്ഞു ഇത് വാങ്ങാൻ നീയാ സഹായിച്ചതെന്ന്. ദൈവം നല്ലവനാടോ. അത്ഭുതമല്ലേ നടന്നത്? സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്ഭുതം. പത്മ സ്വർഗത്തിലെന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അവസാനമായിട്ട് ശബ്ദം ഞാൻ കേട്ടു. ഹലോ, ഞാനാ ജോൺ. 20 വർഷങ്ങൾ ഓർക്കുമ്പോ തലപെരുക്കുക. സിലോണില് ബ്ലൂസിയാൻ കമ്പനിയിൽ മറൈൻ എഞ്ചിനീയറായി ജോലി നോക്കുന്ന സമയം കപ്പല് 200 വാര അകലെ നങ്കൂരമിടുന്നതുകൊണ്ട് സാധാരണയായിട്ട് അതുവരെ ടഗ്ഗിംഗ് ബോട്ടിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ ദിവസം லட்சியங்கள் வெல்லட்டும், தமிழர் தாகம், தமிழ் ஈழ சாயம். ബോധം വരുമ്പോ ഞാനേതോ LTT ക്യാമ്പിലായിരുന്നു. അവർ എന്നെ അവരുടെ ജോലികൾക്കായി ഉപയോഗിച്ചു. മറ്റുള്ളവരെ അവർ ബന്ദികളാക്കി വിലപേശിയപ്പോ എന്റെ മരണവാർത്തയാണ് അവർ സ്ഥിരീകരിച്ചത്. കഠിന തടവിലും വേദനയായിരുന്നു അത്. പുറം ലോകം കാണാതെ, പുറം വാർത്തകൾ കേൾക്കാതെ, ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാതെ 20 വർഷം. വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടു. പ്രഭാകരന് പുറമെ മകൻ ചാൾസ് ആന്റണിയെയും പൊട്ടുഅമ്മനെയും വെടിവെച്ചു കൊന്നു. LTTയുടെ പ്രതിരോധം പൂർണ്ണമായി അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് മഹിന്ദ രാജപക്സെ. ശ്രീലങ്കൻ സേനയുടെ ആക്രമണത്തില് സൈന്യം എന്നെയും ബന്ദിയാക്കി. സത്യാവസ്ഥ മനസ്സിലാക്കിയ അവർ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു. എന്നെ ഡൽഹിക്ക് കൈമാറി. ശ്രീലങ്കയിൽ വെച്ച് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഞാൻ പത്മയെ ഫോണിൽ വിളിച്ചത്. കണ്ണടച്ച വെടിയും പുകയെന്നാ പറയണേ. പാവം, മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല. അതിനിടയ്ക്കാണെങ്കിൽ പത്രക്കാരുടെ ഫോൺ വിളികളും പോലീസ് എൻക്വയറിയും. ഇന്നലെ ആൾ ശരിക്കൊന്ന് ചൂടായി. എനിക്കിപ്പോഴും അമ്മ ശരിക്കും മിസ് ചെയ്യണേ. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കും. നിന്റെ അപ്പച്ചനെ നിന്റെ അമ്മ പറയാറുള്ള ആ പഴയ ജോൺ വർഗീസ് ആക്ക് ഞങ്ങളുണ്ടാ കൂടെ. അപ്പച്ച, അപ്പച്ചനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? അമ്മച്ച എപ്പോഴും പറയുമായിരുന്നു അപ്പച്ചന് പനന്തങ്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണം? കണ്ണൂറാ തുറക്കണ കോപ്പേ. എന്താടാ? ഹലോ, എന്താന്ന്?
അല്ല വണ്ടി സൂക്ഷിച്ചോടിക്കാൻ പറഞ്ഞതാ. എങ്ങനെ? ചേട്ടൻ ഇരുന്ന് ഇറങ്ങണ്ട. എന്തോ? അല്ല ടിപ്പർ ലോറിയൊക്കെ പോകുന്നതല്ല, നമ്മൾ സൂക്ഷിക്കണ്ട ചേട്ടാ. ഞങ്ങള് മാനത്ത് നോക്കിയും മറ്റേടത്ത് നോക്കിയും വണ്ടി ഓടിക്കും. നീ അറിയോ? ചേട്ടനും ഓടിച്ചു, ഞങ്ങൾക്ക് കല്യാണത്തിന് പോണേ. അങ്ങനെ അങ്ങോട്ട് പോയാ മേത്തോട്ട് വിളിക്കല്ലേ? എന്താടാ? ജോസി എന്റെ മോനെ തൊട്ട ആ കഴിഞ്ഞാൻ വെട്ടും പന്നി. അപ്പം കൊള്ളാലോ. ഓക്കേ, എവിടെ? അങ്ങടി നോക്ക്. അയ്യോ. അപ്പച്ച ഞാനാ. വീട്ടിൽ പോടാ. ഹായ്. അയ്യോ, റേഡിയോ ജോക്കി ജോസി ജോണല്ലേ? അതെ. ചേട്ടന് ഫൈറ്റ് അറിയോ? കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? ആവശ്യം വരുമ്പോഴൊക്കെ. ആരാ അവരൊക്കെ? അത് ഗുണ്ടകളാണ്. ഗുണ്ടകളോ? ആ, ഈ ഓപ്പോസിറ്റ് എഫ് എംകാര് വിട്ട ഗുണ്ടകളെ ഞാനവിടെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്താ ചെയ്യാ? എന്താ പേര്? മല്ലിക. ഓ മല്ലിക. KKTC പ്രോഗ്രാമിൽ ഞാൻ വിളിക്കാറുണ്ട്. ആണോ? എനിക്ക് വലിയ ഇഷ്ടമാണ് പ്രോഗ്രാം. അയ്യോ. ഒരിക്കലും എന്റെ കൂട്ടുകാരത്തി കാണിച്ചു തന്നു ചേട്ടനെ. ആണല്ലേ? ചേട്ടനാണ് സ്റ്റൈലാ. എത്ര നമ്പർ? ചേട്ടൻ നമ്പർ തന്നെ മിസ്റ്റർ അടിക്കാം. വേണമെന്നില്ല, കൈയോടെ തന്നാലേ ചിലപ്പോൾ മറന്നു. അതിതാ. ഹലോ. ഹായ്. ജോസി മല്ലിക അല്ലേ? മല്ലിക പൊക്കോ, ഞാൻ വിളിച്ചോളട്ടോ. ബൈ. ബയ്യേ. മഞ്ഞക്കിളി, നിന്നെ കറി വെച്ച് തിന്നി ഞാൻ. ആരാടാ അത്? അത് ടീച്ചറുടെ മോളെ ബുക്ക് ചെയ്യാൻ വന്നതാ. ബുക്ക് ചെയ്യാൻ? അല്ല, ബുക്ക് തരാൻ വന്നതാ. എന്നിട്ട് ബുക്ക് എവിടെ? തരും. ചേട്ടാ 2 ചായ, ഒരു സ്ട്രോങ്, ഒരു ലൈറ്റ്.